ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 യോഗങ്ങളിൽ നിന്നുമാണ് കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നത്. തിരുവനന്തപുരത്തുണ്ടെങ്കിലും മുരളീധരൻ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തൽക്കാലത്തേക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണെന്ന് മുരളി പ്രഖ്യാപിച്ചിരുന്നു. മുരളീധരനെ അനുനയിപ്പിക്കാനായി നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും വിജയം കണ്ടിരുന്നില്ല. തൃശൂരിലെ തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച കമ്മീഷൻ ഇന്ന് രാവിലെ മുരളിയുടെ വസതിയിലെത്തി. KC ജോസഫിന്റെ നേതൃത്വത്തിലെത്തിയ കമ്മീഷന് മുന്നിൽ പറയാനുള്ളതെല്ലാം മുരളീധരൻ പറഞ്ഞു. പക്ഷേ പരാജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരുടെയും പേരെടുത്ത് പറയാൻ തയ്യാറല്ല. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. മുരളി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ കമ്മീഷനും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു KC ജോസഫിന്റെ പ്രതികരണം. അതും കെ മുരളീധരനെ പോലുള്ള സ്ഥാനാർത്ഥി, മുൻ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് തട്ടകമായ തൃശ്ശൂരെ മത്സരിക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്തായി എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ വിഷയമാണ്. കോൺഗ്രസ് അതേപ്പറ്റി ഗൗരവമായി പഠിക്കും. KPCC നേതൃയോഗത്തിൽ തൃശൂർ, ആലത്തൂർ സീറ്റുകളിലെ പരാജയം സംബന്ധിച്ച പരാതികൾ ചർച്ചയ്ക്ക് വരും. പാലക്കാട്, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആരാകണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നേതൃയോഗത്തിൽ ഉണ്ടാകാനിടയില്ല. വൈകിട്ട് 5:30 UDF സംസ്ഥാന ഏകോപന സമിതിയുടെയും MPമാരുടെയും സംയുക്ത യോഗം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ചേരും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.